തോന്നിപ്പോകുന്ന ഒരു മോട്ടോർ സൈക്കിൾ. പക്ഷേ ഇതൊരു ക്ലാസിക് ഇൻസ്പയർഡ് ബോബറാണ്. നമ്മുടെ ക്ലാസിക് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു റോഡ്സ്റ്ററിൽ നിന്ന് റോഡ്സ്റ്ററാണ്, തനി റോഡ്സ്റ്ററാണ് വരുന്നത്. ഇതൊരു ബോബർ ടൈപ്പ് മോട്ടോർ സൈക്കിളാണ്. നമുക്കൊരു ക്ലാസിക് ഇൻസ്പയർഡ് കസ്റ്റമാണെന്ന് പറയുന്നത്. അപ്പോൾ വണ്ടിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ കമ്മിങ് ഓൺ ദ ബൈക്ക് നമ്മുടെ ടയർ സൈസിനെ കുറിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ടയർ സൈസ് എന്ന് പറയുന്നത് 19 ഇഞ്ചിന്റെ ടയർ സൈസും ബാക്കിൽ നമുക്ക് 16 ഇഞ്ചിന്റെ ടയർ സൈസും ആണ് വരുന്നത്. ഫ്രണ്ടിലത്തെ ടയർ സൈസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1990, അതുപോലെ തന്നെ വിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 100 ഇഞ്ചാണ് വരുന്നത്, 100 വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 16, 90, 130 നമ്മുടെ വണ്ടിയുടെ ടയർ സൈസിനെ കുറിച്ച് ഞങ്ങൾ വരുന്നത്. അതുപോലെ ടയറിന്റെ ഭാഗത്തേക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, പഴയ ക്ലാസിക്കിനെ അപേക്ഷിച്ച് ഇതൊരു ട്യൂബ്ലെസ് സ്പോക്കാണ്. ഇതൊരു നമുക്ക് നോക്കി തന്നെ അറിയാം, ഇതൊരു അലൂമിനിയം ട്യൂബ്ലെസ് സ്പോക്ക് വീലാണ് വരുന്നത്. സ്പോക്ക് വീലിൽ തന്നെ നമുക്ക് ട്യൂബ്ലെസ് ടയർ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു അലുമിനിയം ടൈപ്പ് ട്യൂബ്ലെസ് സ്പോക്കാണ്. ഇതിനകത്ത് നമുക്ക് ട്യൂബ്ലെസ് ടയർ യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇതിന്റെ റിമ്മിലേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ സാധാ സ്പോക്ക് വീല് നമ്മുടെ റിമ്മിന്റെ സെന്ററിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലേക്കാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്യൂബ്ലെസ് ടയർ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ട്യൂബ്ലെസ് ടയർ ആണ് വരുന്നത്. അതുപോലെ ടയറിൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് വൈറ്റ് വാൾ ടയേഴ്സ് ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന ഒരു വൈറ്റ് ലൈൻ ഇതിന്റെ ഒരു പെയിന്റിംഗ് അല്ല, ഇത് ടയർ സൈസ് ടയർ തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ ആ ഒരു ഫ്രീ സ്റ്റൈൽ കൾച്ചർ അല്ലെങ്കിൽ ഒരു വിന്റേജ് കൾച്ചറിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഒരു വൈറ്റ് വാൾ ടയേഴ്സ് ആണ് വരുന്നത്. അപ്പം ടയർ സൈസ് വരുന്നത് ഫ്രണ്ട് 19 ഇഞ്ചാണ്, ബാക്കി 16 ഇഞ്ചാണ്. അതുപോലെ തന്നെ നമുക്ക് അലുമിനിയം ട്യൂബ്ലെസ് ടയർ ആണ്. അതുപോലെ നമുക്ക് വൈറ്റ് വാൾ ടയേഴ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വണ്ടിയിലെ ഫ്രണ്ടിലെ സസ്പെൻഷൻ വരുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ്. 43 mm ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ആ ഒരു വണ്ടിയുടെ ഫ്രണ്ട് സെക്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ LED ലൈറ്റിംഗ് സിസ്റ്റം ആണ് വരുന്നത്. അതായത് നമ്മുടെ ഹെഡ്ലൈറ്റ് LED ആണ്. അതുപോലെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ട് ആൻഡ് ബാക്ക് LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതുപോലെ നമ്മുടെ ആ ഒരു നമ്മുടെ പൈലറ്റ് ലാമ്പ് സെക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും LED സെക്ഷനാണ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടി എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് വണ്ടിയുടെ ഹാൻഡിൽ ബാറിനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊരു മിഡേറ്റ് ഷേപ്പ് അല്ലെങ്കിൽ മങ്കി ടൈപ്പ് ഹാൻഡിൽ ബാർ എന്നൊക്കെ പറയും. നമ്മുടെ ആ ഒരു ഫ്രീ സ്റ്റൈൽ കൾച്ചർ അല്ലെങ്കിൽ വിന്റേജ് കൾച്ചർ ഒക്കെ വിളിച്ചു പോകുന്ന ഒരു ബോബർ ടൈപ്പിനെ ഇൻസ്പയർ കൊണ്ടുള്ള ഒരു മിഡ് എയ്റ്റ് ഷേപ്പ് ഹാൻഡിൽ ബാർസ് ആണ് നമുക്ക് വരുന്നത്. നമുക്കൊരു അതുപോലെ തന്നെ മിഡ് എയ്റ്റ് ഷേപ്പ് ഹാൻഡിൽ ബാർ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫോർവേഡ് ഫുട് പെഗ് പൊസിഷനാണ് വണ്ടി വരുന്നത്. റൈഡിംഗ് എർഗോണമിക്സ് വരുമ്പോഴത്തേക്കും ഫോർവേഡ് ഫുട് പെഗ് പൊസിഷനാണ് വരുന്നത്. അതുപോലെ ഹാൻഡിൽ ബാർ സെക്ഷനിലേക്ക് നോക്കുവാനുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അലുമിനിയം ആയിട്ടുള്ള സ്വിച്ച് ക്യൂബ്സ് കാണാം. അതുപോലെ റോട്ടറി ടൈപ്പ് സ്വിച്ച് ക്യൂബ്സ് ഞങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മീറ്റർ ക്ലസ്റ്ററിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിജി അനലോഗ് ക്ലസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് സിസ്റ്റം വരുന്നുണ്ട്. ഇൻബിൽഡ് ആയിട്ട് നമ്മുടെ ഒരു ട്രിപ്പ് നാവിഗേഷൻ സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലിവേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ബ്രേക്ക് ലിവറും അതുപോലെ ക്ലച്ച് ലിവറും ഇത് അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ വീലോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ലിവേഴ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വരുന്നത്. ഈ ടൈപ്പ് സ്വിച്ച് ക്യൂബ്സും അതുപോലെ തന്നെ ഈ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ടാങ്കിന്റെ സെക്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എംബ്ലം നമ്മുടെ ഒരു സൺ ഇൻസ്പയർഡ് ലോഗോയാണ് വണ്ടിയിൽ വരുന്നത്. നമുക്ക് 13 ലിറ്ററിന്റെ ടാങ്ക് കപ്പാസിറ്റി ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു ഗോവൻ ക്ലാസിക് 350 എന്ന് പറയുന്നത്. അതിനകത്ത് 4 ലിറ്റർ പ്ലസ് ഓർ മൈനസ് റിസോർ കപ്പാസിറ്റിയാണ് വരുന്നത്. അതുപോലെ വണ്ടിയുടെ ഷാസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാരിസൺ പെർഫോമൻസിന്റെ നമ്മുടെ ആ ഒരു ഡ്യുവൽ ഫ്രെയിമാണ് നമ്മുടെ വണ്ടിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ J1 സീരീസിനുള്ള നമ്മുടെ ആ ഒരു വൈബ്രേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വരുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 20.2 bhp പവറും 27 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു J1 സീരീസിലുള്ള ഒരു എഞ്ചിനാണ് വരുന്നത്. വണ്ടി ഒരു എയർ ഓയിൽ കൂൾഡ് സിസ്റ്റമാണ് വണ്ടി വരുന്നത്. അതുപോലെ തന്നെ 5 ഗിയർ കോൺസെപ്റ്റ് മെസ്റ്റാണ് ഇതിന്റെ നമ്മുടെ ഗിയർ ട്രാൻസ്മിഷൻ വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു ഗോവൻ ക്ലാസിക് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കൊരു സ്ലങ് സീറ്റ് നമുക്ക് ഈ പറയുന്ന പോലെ കാണുന്ന പോലെയല്ല, നമുക്ക് സിംഗിൾ സീറ്റ് ഒരു ബോബർ ടൈപ്പായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റോക്കിൽ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഒരു ബാക്കിലെ പില്ലിയൻ സീറ്റും കൂടെ വണ്ടിയിൽ വരുന്നത്. ഒരു ബോബർ ടൈപ്പ് സീറ്റാണ്, സ്ലങ് ടൈപ്പ് സീറ്റാണ്. ഇതിന്റെ നമ്മുടെ ഒരു സീറ്റിംഗ് ഹൈറ്റ് വരുന്നത് ഈ പറയുന്ന പോലെ 750 mm ആണ് സീറ്റിംഗ് ഹൈറ്റ് വരുന്നത്. അതായത് നമുക്കൊരു 5 ഫുട്ട് ആളുകൾക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്ലാനഡ് ആയിട്ട് ഫുഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മുടെ ആ ഗോവൻ ക്ലാസിക് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ റൈഡിംഗ് എർഗോണമിക്സ് പറയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഇരുന്നിട്ട് നമുക്ക് ഫോർവേഡ് ആയിട്ട് ഈസി ആയിട്ട് റിലാക്സ് ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ സൈലൻസിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലൈസ് ടൈപ്പ് സൈലൻസാണ് വരുന്നത്. അതുപോലെ ബാക്കിലെ മഡ്ഗാർഡിന്റെ സെക്ഷനിൽ നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. സാധാരണ മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ചേസിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. പക്ഷെ ഇത് നേരെ സിംഗാമിലേക്കാണ് നമ്മൾ മഡ്ഗാർഡ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത് വണ്ടിയുടെ ലുക്കിനും അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഓടുമ്പോൾ ആ ഒരു മഡ്ഗാർഡ് ആക്ഷനെയും ആ ലുക്കിനെയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.
പിന്നെ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡ്യുവൽ ചാനൽ ABS കാര്യങ്ങളാണ് വരുന്നത്. ഫ്രണ്ടിൽ 270mm ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്, വൈബ്രയുടെ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ബാക്കിൽ നമുക്ക് ഫ്രണ്ടിൽ 300ഉം ബാക്കിൽ 270mm ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഡ്യുവൽ ചാനൽ ABS തന്നെയാണ് വരുന്നത്. ബാക്കി ടെയിലിന്റെ സെക്ഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടെയിൽ ലൈറ്റും LED ആണ്, അതുപോലെ നമുക്ക് ടെയിലിന്റെ ഇൻഡിക്കേറ്ററും LED ആണ് വരുന്നത്. ഇപ്പോൾ ഒരു ക്ലാസിക് ഇൻസ്പയർഡ് ബോബർ ടൈപ്പ് മോഡലാണ് നമ്മുടെ പുതിയ ഗോവൻ ക്ലാസിക് 350 എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് 4 കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ ബേസ് വേരിയന്റിൽ നമുക്ക് ഇതിനകത്ത് ഒരു പർപ്പിൾ ഹെയ്സ് എന്ന് പറഞ്ഞൊരു കളറും അതുപോലെ ഷാക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറും അവൈലബിൾ ആണ്. ഇത് ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. ഇതിന്റെ റെഡ് റെഡ് എന്നാണ് പറയുന്നത്. ഇതിന്റെ റെഡ് റെഡും അതുപോലെ ട്രിപ്പ് ടീൽ എന്ന് പറഞ്ഞൊരു കളറും ഏറ്റവും ടോപ്പ് എൻഡിൽ വരും. ഇതിന്റെ ഓൺ റോഡ് പ്രൈസിങ് വരുന്നത് 296 ആണ് ഓൺ റോഡ് പ്രൈസിങ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ടോപ്പ് ആൻഡ് വേരിയന്റ് 299 എന്നുള്ള ഓൺ റോഡ് പ്രൈസിംഗിലുമാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് വണ്ടി വരുന്നത്. നമ്മുടെ അതേ ക്ലാസിക്കിന്റെ പോലെ തന്നെ അതേ സർവീസ് കാര്യങ്ങൾ വരും. 4 സർവീസ് പീരീഡ് ഉണ്ട്. അതുപോലെ നമുക്ക് ഈ പറയുന്ന ക്ലാസിക് ഇൻസ്പയർഡ് ആയിട്ടുള്ള എല്ലാ ആക്സറീസും നമുക്ക് ഗോവൻ ക്ലാസിക്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. ക്ലാസിക് പോലെ തന്നെ എന്നാൽ ചെറിയൊരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ് വണ്ടിയിൽ വരുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ